ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ബൈവറേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്, അതായത് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിനകത്ത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ ക്ലാസ്സുകൾ കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓൾറെഡി കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെയും ബൈവറേറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെയും പ്രോബ്ലംസ് എല്ലാം നേരത്തെ നമ്മൾ കുറേ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകളിൽ കൊടുത്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം വേണം ഈ ഒരു ക്ലാസ്സുകൾ കാണാനായിട്ട്. ഈ ക്ലാസ്സിലെ ഒരു പ്രോബ്ലം പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കുകയും വേണം. ഓക്കെ, അപ്പം ആദ്യം ആ ക്ലാസ്സിലെ മൊത്തം പ്രോബ്ലംസും ചെയ്ത് പഠിച്ച് എങ്ങനെയാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുന്നത്, കോവേരിയൻസ് കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാം ആ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്ലാസ് കാണുക. ഓക്കെ, ഇതിനകത്ത് ഒരു പ്രോബ്ലം പോലും സ്കിപ്പ് ചെയ്യരുത്. എല്ലാം എക്സാമിന് ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് പഠിക്കുകയും ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ഗിവൺ വൈയും വൈ ഗിവൺ എക്സും. അപ്പോൾ ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, അത് വൈ ഗിവൺ എക്സും കണ്ടുപിടിക്കണം, എക്സ് ഗിവൺ വൈയും കണ്ടുപിടിക്കണം. അവിടുത്തെ ജോയിൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സും വൈ, എക്സിൻ്റെയും വൈയുടെയും ജോയിൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 2 - x - y എന്നാണ് തന്നിരിക്കുന്നത്. ലിമിറ്റ് 0, x, y <1 തന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്: എക്സാമിൻ വെദർ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്, എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിക്കണം നോക്കിയട്ടെ. ആദ്യം f1 ഓഫ് എക്സും f2 ഓഫ് വൈയും കണ്ടുപിടിക്കണം. f1 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സും മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈയുമാണ് f1 ഓഫ് എക്സും f2 ഓഫ് വൈയും. f1 ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ ഓൾറെഡി നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചാണ്. f ഓഫ് എക്സ് വൈയെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേഷൻ ചെയ്യുന്നതാണ് f1 ഓഫ് എക്സ് എന്ന് പറയുന്നത്. f2 ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? f2 ഓഫ് വൈ എന്ന് പറയുന്നത് f ഓഫ് എക്സ് വൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേഷൻ ചെയ്യുന്നതാണ് f2 ഓഫ് വൈ. അപ്പം f1 ഓഫ് എക്സും f2 ഓഫ് വൈയും ആദ്യം കണ്ടുപിടിക്കാം. അതിനുശേഷം ഈ f1 ഓഫ് എക്സിനെ f2 ഓഫ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ f ഓഫ് എക്സ് വൈയോടെ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈക്വൽ ആണെങ്കിൽ നമ്മുടെ വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും, നോട്ട് ഈക്വൽ ആണെങ്കിൽ നോട്ട് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആവും എക്സാമിൻ വെദർ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ആവും. ഓക്കെ, പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ഗിവൺ വൈയും കണ്ടുപിടിക്കണം, വൈ ഗിവൺ എക്സും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യം എഫ് ഓഫ് എക്സ് ഗിവൺ വൈ കണ്ടുപിടിക്കണം. ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ഗിവൺ വൈ, എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചോളാം. എഫ് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ f2 ഓഫ് വൈ ആണ് എഫ് ഓഫ് എക്സ് ഗിവൺ വൈയുടെ ഡെഫിനിഷൻ. തിരിച്ച് എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ആണെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ f1 ഓഫ് എക്സ് ആയിരിക്കും അതിന്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പം ഇത്രയുമാണ് ആ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, നോക്കിയട്ടെ. ആദ്യം f1 ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു, ഇന്റഗ്രൽ ഓവർ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ എഴുതുന്നു. എഫ് ഓഫ് എക്സ് വൈ ക്വസ്റ്റിനകത്ത് 2 - x - y തന്നിട്ടുണ്ട്. വൈയുടെ ലിമിറ്റിംഗ് വാല്യൂ 0 to 1 ആണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ 2 കോൺസ്റ്റന്റ് അതിന്റെ ഇന്റഗ്രൽ 2y മൈനസ് എക്സ് കോൺസ്റ്റന്റ് അതിന്റെ ഇന്റഗ്രൽ -xy മൈനസ് വൈയുടെ ഇന്റഗ്രൽ -y² ആണ്. y വരുന്നിടത്ത് അപ്പർ ലിമിറ്റ് 1 ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 2 - x - 1/2 ആണ്. 2 വെച്ച് LCM എടുക്കുമ്പോൾ 4 - 2xi - 1/2 ഈക്വൽ ടു 3 - 2xi ഡിവൈഡഡ് ബൈ 2 നീട്ടി f1 ഓഫ് എക്സ്. ഇനിയും അതേപോലെ നമുക്ക് f2 ഓഫ് വൈ കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേഷൻ ചെയ്യുന്നു. എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ 0 to 1 ആണ്. എഫ് ഓഫ് എക്സ് വൈ ഈ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. 2ന്റെ ഇന്റഗ്രൽ 2x മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ x²/2 മൈനസ് 5 കോൺസ്റ്റന്റ് അതിന്റെ ഇന്റഗ്രൽ yx ആണ്. ലിമിറ്റിംഗ് വാല്യൂ എക്സിന് 0 to 1 കൊടുത്തു. ഈ ഒരു സ്റ്റെപ്പ് വന്നു. 2 LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ആൻസർ കിട്ടി. f1 ഓഫ് എക്സും f2 ഓഫ് വൈയും കിട്ടി. അതിന്റെ പ്രോഡക്റ്റ് ഒരിക്കലും എന്താകത്തില്ല? 3 - 2xi/2 3 - 2y/2 അതൊരിക്കലും നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ ആകത്തില്ല. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം അതൊരിക്കലും നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ 2 - x - y ആകത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ എന്തല്ല? ഇൻഡിപെൻഡന്റ് അല്ല എന്ന് കിട്ടി, വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് അല്ല എന്ന് കിട്ടി. ഇനിയും നമുക്ക് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഗിവൺ വൈയും വൈ ഗിവൺ എക്സും. എഫ് ഓഫ് എക്സ് വൈ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 2 - x - y. f2 ഓഫ് വൈ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു 3 - 2y/2. ഇവിടെ f2 ഓഫ് വൈ എന്ന് എഴുതാതെ f ഓഫ് വൈ എന്ന് എഴുതിയാലും ശരിയാണ്, 2 കൊടുക്കണമെന്നില്ല. അതുപോലെ f1 ഓഫ് എക്സിന് പകരം f ഓഫ് എക്സ് എന്ന് എഴുതിയാലും സെയിം ആണ്.
അപ്പം ഇതേ ബൈ ഇത് കിട്ടും. എന്താണ് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഇത് കിട്ടും. അതുപോലെ എഫ് ഓഫ് വൈ ഗിവൺ എക്സിന്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എഫ് വൺ ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് വൈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എഫ് വൺ ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു, അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഈ ആൻസർ കിട്ടി. ഓക്കെ, ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ട് 2 മാർക്കിനും 4 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് ചെയ്യുന്നതിന് 2 മാർക്കും രണ്ടാമത്തെ പാർട്ട് ചെയ്യുന്നതിന് 2 മാർക്കുമായിട്ട് 4 മാർക്കിന്റെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഡെഫിനേഷൻ ആണ്. ഇത് ശരിക്കും കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ കോറിലേഷൻ ബിറ്റ്വീൻ 2 റാൻഡം വേരിയബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ കോറിലേഷൻ നമ്മൾ R എന്ന് ഡിനോട്ട് ചെയ്യുന്നു. Rനെ നമ്മൾ എന്താണ് ഡയറക്ഷനും തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് ആണ് R കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. Rന്റെ റേഞ്ച് -1നും +1നും ഇടയിലായിരിക്കും. -1 ആണ് R കിട്ടുന്നതെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, 0 ആണെങ്കിൽ നോ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും. R ഓഫ് എക്സ് വൈ കാണാനുള്ള ഇക്വേഷൻ കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. COV എക്സ് വൈ ആണ് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും ആയിരിക്കും. 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഡെഫിനേഷനാണ് കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ കോറിലേഷൻ ബിറ്റ്വീൻ 2 റാൻഡം വേരിയബിൾ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നോക്കിയട്ടെ. അടുത്തതും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള എസ്എ പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കിതാ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഈ രീതിയിലാണ് ടേബിൾ തരുന്നതെങ്കിൽ നമ്മുടെ റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആയിരിക്കും. നമുക്കവിടെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും വൈയും കണ്ടുപിടിക്കണം. കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈസ് ഈക്വൽ ടു 2 കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയട്ടെ, ആദ്യം F1 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് F1 ഓഫ് എക്സിനെ മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നും F2 ഓഫ് വൈ മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ എന്നും പറഞ്ഞു. F1 ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും, വൈയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യും. അപ്പം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? എക്സ് തന്നെയാണ്. y 0 ആകുമ്പോൾ y 1 ആകുമ്പോൾ y 2 ആകുമ്പോഴുള്ള വാല്യൂ. അപ്പം എന്തൊക്കെ വരും? എഫ് ഓഫ് എക്സ് കോമ 0 പ്ലസ് എഫ് ഓഫ് എക്സ് കോമ 1 പ്ലസ് എഫ് ഓഫ് എക്സ് കോമ 2. അതാണ് F1 ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, F2 ഓഫ് വൈ എന്ന് പറഞ്ഞാലോ y കോൺസ്റ്റന്റ് ആയിരിക്കും, എക്സിന്റെ വാല്യൂ -1ഉം 0ഉം 1ഉം വരുന്നു. ഓക്കെ, അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഈ എക്സ് ഈ ഇവിടെയല്ലേ കിടക്കുന്നത്. അപ്പം ഈ കോളത്തിന്റെ ടോട്ടൽ എടുത്താൽ എന്ത് കിട്ടും? F1 ഓഫ് എക്സ് കിട്ടും. കോളത്തിന്റെ ടോട്ടൽ എഴുതിയാൽ F1 ഓഫ് എക്സും ഇതാണ് y 0 1 2. അപ്പം റോയുടെ ടോട്ടൽ എഴുതിയാൽ എന്ത് കിട്ടും? F2 ഓഫ് വൈ കിട്ടും. ഈ രീതിയിൽ ടേബിൾ തന്നാൽ എക്സ് നമ്മൾ ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ കോളത്തിന്റെ ടോട്ടൽ F1 ഓഫ് എക്സും y ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ റോയുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ F2 ഓഫ് വൈ ആയിരിക്കും. നോക്കിയട്ടെ, F1 ഓഫ് എക്സും F2 ഓഫ് വൈ, കോളത്തിന്റെ ടോട്ടൽ F1 ഓഫ് എക്സും റോയുടെ ടോട്ടൽ F2 ഓഫ് വൈ ആയിരിക്കും. അപ്പൊ നമുക്ക് F1 ഓഫ് -1 കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് എത്രയായിരിക്കും? എക്സ് 1 ആയിരിക്കും, വൈയുടെ വാല്യൂ -1 വരും. നോക്കിയട്ടെ, F1 ഓഫ് -1, എക്സ് അവിടെ എന്താണ്? എക്സിനെ നമ്മൾ F1 ഓഫ് -1 അല്ല. അപ്പം എക്സിന്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. y എന്താവും? ഇതിന്റെ ടോട്ടൽ 1/15 പ്ലസ് 3/15 പ്ലസ് 2/15 6/15 കിട്ടും. ഇനി F1 ഓഫ് 0 ആണെങ്കിലോ, F1 ഓഫ് 0 എന്ന് വെച്ചാൽ എക്സ് 0 ആയിരിക്കും, ഈ കോളത്തിന്റെ ടോട്ടൽ. F1 ഓഫ് 1 ആണെങ്കിലോ എക്സ് 1 ആയിരിക്കും, ഈ കോളത്തിന്റെ ടോട്ടൽ. F1 ഓഫ് -1, F1 ഓഫ് 0, F1 ഓഫ് 1 കിട്ടി. ഓക്കെ, അപ്പം മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എഴുതി. എക്സിന്റെ കോളത്തിൽ -1 0 1, അതിന് താഴെയുള്ള ടോട്ടലിന്റെ സമ്മാണ് F1 ഓഫ് എക്സ്. ഇനി അതേപോലെ എന്ത് ചെയ്യാം? വൈയുടെ കണ്ടുപിടിക്കാം. അപ്പം F2 ഓഫ് 0 എന്താണ്? F2 ഓഫ് 0 എന്ന് വെച്ചാൽ ഇതിന്റെ സമ്മ്. F1 ഓഫ് 1 എന്ന് പറഞ്ഞാൽ F2 ഓഫ് 1 ഈ രണ്ടാമത്തെ റോയുടെ സമ്മ്. F2 ഓഫ് 2 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ റോയുടെ സം. അതാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y കിട്ടി. y 0 1 2, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോകളുടെ സം എഴുതി. അപ്പൊ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും വൈയും കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈസ് ഈക്വൽ ടു 2 ആണ്. എങ്ങനെയാണ് ഡെഫിനിഷൻ ചെയ്യുന്നത്? എക്സ് ഗിവൺ വൈ ഈസ് ഈക്വൽ ടു 2 ആണ്. എഫ് ഓഫ് ന്യൂമറേറ്റർ എഫ് ഓഫ് എക്സ് കോമ വൈ വരും, ഡിനോമിനേറ്റർ F2 ഓഫ് വൈ വരും. അപ്പം എഫ് ഓഫ് എക്സ് കോമ 2 ആണ് ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ F2 ഓഫ് 2 വരും. ഓക്കെ, അപ്പം എഫ് ഓഫ് എക്സ് കോമ 2 എന്ന് വെച്ചാൽ എന്താണ്? എക്സിന്റെ വാല്യൂ -1 വരാം, എക്സിന്റെ വാല്യൂ 0 വരാം, എക്സിന്റെ വാല്യൂ 1 വരാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y എന്താകണം? 2 ആകണം. അപ്പം എക്സിന്റെ വാല്യൂ -1 ആകുമ്പോൾ എന്താണ്? എക്സിന്റെ വാല്യൂ -1ഉം വൈയുടെ വാല്യൂ 2. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതായത് ഈ മൂന്നാമത്തെ റോയുടെ ടോട്ടലിനെ 2/15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതായത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന്റെ സമ്മ്
f2 of 2 എത്ര കണ്ടുപിടിച്ചേക്കുന്നത്? f2 of 2 is equal to 5/15 ആണ്. അതിനെ എന്ത് ചെയ്യണം? അതിന്റെ പർട്ടിക്കുലർ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ്ട് 2/15 5/50 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി 0 ആണെങ്കിലോ? 0 ആണെങ്കിൽ എന്താണ്? f of x, 2. അപ്പൊ എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 2. എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 2. അപ്പൊ ഏത് വരും? ഇതാണ് അതിന്റെ വാല്യൂ. അതിനെ ആ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 5/15/1/15 വരും. അടുത്തത് 2/15/5. അതായത് മൂന്നാമത്തെ റോയിലാണ് y is equal to 2. അപ്പം ആ റോയെ അതിന്റെ ഓരോ റോയുടെ ഓരോ വാല്യൂവിനെ അതിന്റെ കറസ്പോണ്ടിങ് ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഗിവൺ y is equal to 2 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷനും മാർജിനൽ ഡിസ്ട്രിബ്യൂഷനും. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. അടുത്ത ക്വസ്റ്റ്യനും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള എസ്എ പാർട്ടിലെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എക്സും വൈയും 2 റാൻഡം വേരിയബിൾ ആണ്. എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, എക്സിന്റെ ലിമിറ്റ് തന്നിട്ടുണ്ട്, വൈയുടെ ലിമിറ്റ് തന്നിട്ടുണ്ട്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും വൈയും കാണാനായിട്ട് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് റിപ്പീറ്റ് ആയിട്ടുണ്ട്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈയെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേഷൻ ചെയ്യണം. വൈയുടെ ലിമിറ്റിംഗ് വാല്യൂ 2 to 4 കൊടുത്തു. അപ്പോൾ ഇന്റഗ്രൽ 2 to 4 വൈ എഴുതി അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേഷൻ ചെയ്യണം. 1/8 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. 6ന്റെ ഇന്റഗ്രൽ 6y മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് എക്സ് ഇൻറ്റു കോൺസ്റ്റന്റ് ആയതിന് y വരും. മൈനസ് വൈയുടെ ഇന്റഗ്രൽ y²/2. y വരുന്നിടത്ത് അപ്പർ ലിമിറ്റ് 4 കൊടുത്തു, മൈനസ് y വരുന്നിടത്ത് ലോവർ ലിമിറ്റ് 2 കൊടുത്തു. ഇതിനെ മൊത്തത്തിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് കിട്ടി. ഇനി മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് വൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേഷൻ ചെയ്യണം. എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ 0 to 2 കൊടുക്കണം. നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ സ്റ്റെപ്പ് ഒക്കെ അറിയാം. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എഴുതുക, അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേഷൻ ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ അതും പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. ഇതും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എസ്എ പാർട്ടിൽ 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ ദി ഇൻഡിപെൻഡൻസ് ഓഫ് ദ റാൻഡം വേരിയബിൾ. ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും കണ്ടുപിടിക്കണം. അതായത് f1 of എക്സും f2 of വൈയും കണ്ടുപിടിച്ചു. അപ്പം ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. വൈയുടെ ലിമിറ്റ് 0 to എക്സും എക്സിന്റെ ലിമിറ്റ് y to 1 ആണ്. അപ്പം f1 of എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈയെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേഷൻ ചെയ്തു. f1 of എക്സ് കിട്ടി. അവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പോൾ വൈയുടെ ലിമിറ്റിംഗ് വാല്യൂ 0 to എക്സ് ആണ്. ഇനി അതേപോലെ f2 of y കണ്ടുപിടിച്ചു. നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേഷൻ ചെയ്യണം. എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ ഇതാ y to 1 ആണ്. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേഷൻ ചെയ്ത് f1 of എക്സും f2 of വൈയും കിട്ടി. അതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരിക്കലും എന്ത് കിട്ടത്തില്ല? എഫ് ഓഫ് എക്സ് വൈ കിട്ടത്തില്ല. അതുകൊണ്ട് വേരിയബിൾസ് എന്താണ്? വേരിയബിൾസ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് അല്ല എന്ന് കിട്ടി. ഓക്കെ, ഇനിയും നമുക്ക് 2 കാര്യങ്ങളൂടെ ചോദിച്ചിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സും വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സും. ആദ്യം എക്സ്പെക്ടേഷൻ ഓഫ്, അപ്പോൾ വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ് കണ്ടുപിടിക്കുന്ന ഡെഫിനിഷൻ ആദ്യം പഠിച്ചു വെക്കുക. വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർഡ് ഗിവൺ എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സിന്റെ സ്ക്വയർ ആയിരിക്കും വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ്. എക്സാമിന് ചോദിച്ചിട്ടുള്ള എസ്എ പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോണം. വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർഡ് ഗിവൺ എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സിന്റെ ഹോൾ സ്ക്വയർഡ് ആയിരിക്കും. അപ്പൊ ആദ്യം എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് കണ്ടുപിടിക്കാം. അതിനുശേഷം എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർഡ് ഗിവൺ എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നോക്കിയട്ടെ. എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സിന്റെ ഡെഫിനിഷൻ എന്താ? ഇതാണ് ഇന്റഗ്രൽ. ഇവിടെ വൈ ഗിവൺ എക്സ് ആയതുകൊണ്ട് y ഇൻറ്റു എഫ് ഓഫ് വൈ ബൈ എക്സ് ഇൻറ്റു ഡി വൈ എന്ന് എഴുതണം. മനസ്സിലായോ? വൈ ഗിവൺ എക്സ് ആയതുകൊണ്ട് ഇന്റഗ്രൽ ഓവർ ഏതിലാ? വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. അപ്പം y ഇൻറ്റു എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ഡി വൈ എന്ന് കൊടുത്തു. ഇനി തിരിച്ച് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ആണെങ്കിൽ എങ്ങനെ വരും? എക്സ് ഗിവൺ വൈ ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ എക്സ് വരും, എഫ് ഓഫ് എക്സ് ഗിവൺ വൈ വരും, ഇൻറ്റു എന്ത് വരണം? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേഷൻ ചെയ്യണം. അപ്പം വൈ ഗിവൺ എക്സ് ആണെങ്കിൽ ഇങ്ങനെ, എക്സ് ഗിവൺ വൈ ആണെങ്കിൽ ഇങ്ങനെ. 2 ഡെഫിനിഷനും പഠിച്ചാൽ മതി. പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈയും ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് വൈ ഗിവൺ എക്സ് കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ f1 of x ആണ്. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിലോ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എഫ് ഓഫ് എക്സ് ഗിവൺ വൈ കണ്ടുപിടിക്കാൻ വേണ്ടി
എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എന്ത് വരും F2 of y വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. F1 of x നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് വൈ ഗിവൺ എക്സ് കിട്ടി. ഓക്കെ, ഇനിയും എക്സ്പെക്ടേഷൻ ഓഫ് വൈ ബൈ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്റഗ്രൽ വൈയുടെ ലിമിറ്റിംഗ് വാല്യൂ എഴുതി y ഇൻറ്റു എഫ് ഓഫ് വൈ ഗിവൺ എക്സിന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ഡി വൈ. അപ്പോൾ 2 കോൺസ്റ്റന്റ് അതിനെ പുറത്തെടുത്തു. വിത്ത് റെസ്പെക്ട് ടു വൈയിലാകുമ്പോൾ 2/x² കോൺസ്റ്റന്റ് പുറത്തെടുത്തു. വൈയെ അകത്തോട്ട് ഗുണിച്ചു. എക്സ് വൈ മൈനസ് y² dy ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേഷൻ ചെയ്തു. y വരുന്നിടത്ത് അപ്പർ ലിമിറ്റ് 1 കൊടുത്തു, ലോവർ ലിമിറ്റ് 0 കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റെപ്പ് വന്നു. ഈ ബ്രാക്കറ്റിലുള്ള ടേമിനെ നമ്മൾ LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്തു. എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ എക്സ് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് y² ഗിവൺ എക്സ്. സിമ്പിൾ ആണ്. ഇന്റഗ്രൽ ഇവിടെ y² ഇൻറ്റു എഫ് ഓഫ് വൈ ബൈ എക്സ് കൊടുത്തു. മനസ്സിലായോ? y² ഗിവൺ എക്സ് ആകുമ്പോൾ y² ഇൻറ്റു എഫ് ഓഫ് വൈ ഗിവൺ എക്സ് കൊടുത്തു. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് y² ഗിവൺ എക്സ് അല്ല, തിരിച്ച് എക്സ്പെക്ടേഷൻ ഓഫ് x² ഗിവൺ y ആയിരുന്നെങ്കിലോ ഇന്റഗ്രൽ ഓവർ എന്ത് വരും? ഇവിടെ x² വരും അല്ലെ. x² ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എന്ത് വരും? എക്സ് ഗിവൺ y വരും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇന്റഗ്രേഷൻ ചെയ്ത്. അപ്പോൾ ഇവിടെ എന്തിന്റെ ലിമിറ്റ് കൊടുക്കണം? എക്സിന്റെ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ y² ഇൻറ്റു എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വാല്യൂ അങ്ങ് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും 2/x² കോൺസ്റ്റന്റ് പുറത്തെടുത്തു. ബാക്കി ഇതാ ഈ ഒരു ടൈം വരും. അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇതാ ഈ കൊടുത്തേക്കുന്നത്. അവിടെ എക്സ് വൈ വരുന്നിടത്ത് അപ്പർ ലിമിറ്റ് 1 കൊടുത്തു, ലോവർ ലിമിറ്റ് 0 കൊടുക്കണം. സിംപ്ലിഫൈ ചെയ്തപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് y² ഗിവൺ എക്സ് ഇത് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ എക്സും എക്സ്പെക്ടേഷൻ ഓഫ് y² ഗിവൺ എക്സും കണ്ടുപിടിച്ച് വെച്ചു. എന്തിനു വേണ്ടിയായിരുന്നു കണ്ടുപിടിച്ചത്? ഇത് രണ്ടും കണ്ടുപിടിച്ചത്. എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ എക്സ് ക്വസ്റ്റിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. y² ഗിവൺ എക്സ് കണ്ടുപിടിച്ചത് വേരിയൻസ് കാണാൻ വേണ്ടിയാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വേരിയൻസ് കണ്ടുപിടിക്കാം. വേരിയൻസ് ഓഫ് y ഗിവൺ എക്സ് കാണാനുള്ള സ്റ്റെപ്പ് എക്സ്പെക്ടേഷൻ ഓഫ് y² ഗിവൺ എക്സിന്റെ വാല്യൂ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ എക്സിന്റെ സ്ക്വയർ വരും. ഇതിനെ സ്ക്വയർ ചെയ്ത് LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വേരിയൻസ് ഓഫ് y ഗിവൺ എക്സ് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1-2 എക്സാമിന് ഈ ടൈപ്പിലെ കണ്ടീഷണൽ പ്രോബബിലിറ്റി, എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ എക്സും വേരിയൻസ് ഓഫ് y ഗിവൺ എക്സും പോലുള്ള ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ എക്സും അതേപോലെ വേരിയൻസ് ഓഫ് y ഗിവൺ എക്സും ഒക്കെ കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചോളാം. ഇക്വേഷൻ അറിയാമെങ്കിൽ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇത് 4 എണ്ണമാണ്. അതിനകത്തുനിന്ന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ബൈവറേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓർത്തുകൊള്ളുക. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ F1 of x ഉം F2 of y കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു വെച്ചണം. അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ വന്നാലും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വന്നാലും ചെയ്യാനായിട്ട് പഠിച്ചണം. അതിന്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. F of y ഗിവൺ എക്സും F of x ഗിവൺ y കണ്ടുപിടിക്കാൻ പഠിക്കണം. അതും ഡിസ്ക്രീറ്റ് വന്നാലും കണ്ടിന്യൂസ് വന്നാലും ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ വേരിയബിൾ ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ F1 of x ഇൻറ്റു F2 of y ഈക്വൽ ടു F of x അത് ചെക്ക് ചെയ്തിട്ട് ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഇപ്പം ചെയ്ത പോലെ എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ എക്സും എക്സ്പെക്ടേഷൻ ഓഫ് x ഗിവൺ y. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് പഠിച്ചപ്പോൾ പറഞ്ഞത് കോൺസ്റ്റന്റ് k കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ കോൺസ്റ്റന്റ് k കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഇത്രയുമാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ വീഡിയോ ക്ലാസ് പഠിക്കുന്ന സമയത്ത് മാർജിനൽ ബൈവറേറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ വീഡിയോസ് ഇടുന്ന സമയത്ത് ഞാൻ പല ക്വസ്റ്റ്യൻസും ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൂടെ അതിനോടൊപ്പം നോട്ട് ചെയ്തോണം. ഓക്കെ, ഇനിയും അടുത്ത എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷനും മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും ഇത് രണ്ടും എക്സാമിനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയട്ടെ, ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതിനുശേഷം മീനും വേരിയൻസും കണ്ടുപിടിക്കണം. നമ്മുടെ റാൻഡം വേരിയബിൾ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ് ആണ്. എക്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. തീറ്റ ഗ്രേറ്റർ ദാൻ 0 ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷന്റെ ക്ലാസ്സും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അവിടെ ഡെഫിനിഷനും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ പഠിച്ചിട്ട് അതിനകത്തെ പ്രോബ്ലം ചെയ്തതിന് ശേഷം വേണം ഈ ക്ലാസ് കാണാനായിട്ട്. ഈ പ്രോബ്ലംസും സ്കിപ്പ് ചെയ്ത് ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നോക്കിയാട്ടെ, നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാൻ പഠിച്ചേക്കുന്നത് ഫൈ എക്സ് ഓഫ് ടി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫൈ എക്സ് ഓഫ് ടി കാണാനുള്ള ഡെഫിനിഷൻ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ഐ ടി എക്സ് ആണ്. ഇവിടെ നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും തീറ്റ ഗ്രേറ്റർ ദാൻ 0യും ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ഐ ടി എക്സ് കാണാനുള്ള ഇക്വേഷൻ ഇന്റഗ്രൽ ഓവർ ഇ റൈസ് ടു ഐ ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്.
എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ 0 to ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു ഐ ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ക്വസ്റ്റിനകത്ത് തന്നേക്കുന്നത് തീറ്റ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ് ആണ്. തീറ്റ കോൺസ്റ്റന്റ് അതിനെ പുറത്തെടുക്കുന്നു. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി വരും. ഇ റൈസ് ടു ഐ ടി എക്സും ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ് അത് രണ്ടിൽ നിന്ന് നമുക്ക് ഇ റൈസ് ടു മൈനസ് എക്സ് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഈ പവർ രണ്ടിൽ നിന്ന് മൈനസ് എക്സ് പുറത്തെടുത്താൽ ഇവിടെ ബാക്കി തീറ്റ വരും. ഇവിടെ എക്സ് ആയിരുന്നു, നമ്മൾ മൈനസ് എക്സ് പുറത്തെടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ നമുക്ക് മൈനസ് ഐ ടി എന്നിടാം ഇൻറ്റു ഡി എക്സ് വരും. ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു തീറ്റ മൈനസ് ഐ ടി ഡിവൈഡഡ് ബൈ എക്സിന്റെ കോയിഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ നമ്മൾ പഠിച്ചിട്ടുള്ള റൂൾ ഇതാ. ഇ റൈസ് ടു മൈനസ് 2x ഇന്റഗ്രൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? ഇ റൈസ് ടു മൈനസ് 2x ഡിവൈഡഡ് ബൈ മൈനസ് 2 എന്നല്ലേ പഠിച്ചിരിക്കുന്നത്? എക്സിന്റെ കോയിഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി എക്സ് വരുന്നിടത്ത് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കണം. അപ്പൊ ഇത് മൊത്തത്തിൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിയോ. എക്സ് വരുന്നിടത്ത് 0 കൊടുക്കും. ഇത് മൊത്തത്തിൽ ഇ റൈസ് ടു മൈനസ് 0. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വില 0 ആണെന്നും ഇ റൈസ് ടു മൈനസ് 0യുടെ വില 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബ്രാക്കറ്റിൽ 0 മൈനസ് 1 വരും. ശരിയല്ലേ? 0 മൈനസ് 1 എത്ര? മൈനസ് 1 ആണ്. അപ്പൊ മൈനസ് 0 മൈനസ് 1 മൈനസ് 1 ഇൻറ്റു തീറ്റ എന്ന് ഞാൻ ന്യൂമറേറ്റർ എന്തായിട്ട് മാറും? മൈനസ് തീറ്റ. ഈ ഡിനോമിനേറ്ററിലെ മൈനസുമായിട്ട് അത് ക്യാൻസൽ ആയിപ്പോ. അപ്പൊ ബാക്കി എന്ത് വരും? തീറ്റ ബൈ തീറ്റ മൈനസ് ഐ ടി എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ കിട്ടി. പരീക്ഷയ്ക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ, ഇവിടെ വരെ ചെയ്താൽ മതി. ഇനി നമുക്ക് പക്ഷേ ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം എന്തുകൂടെ ചോദിച്ചിട്ടുണ്ട്? മീനും വേരിയൻസും ചോദിച്ചിട്ടുണ്ട്. മിക്ക ക്വസ്റ്റിനകത്തും ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ കണ്ടതിന് ശേഷം മീനും വേരിയൻസും കാണാനായിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ഇനി മീനും വേരിയൻസും കാണാൻ തീറ്റ ബൈ തീറ്റ മൈനസ് ഐ ടി നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഈ തീറ്റ മൈനസ് ഐ ടി അങ്ങ് മുകളിൽ കൊണ്ടുപോകുമ്പോൾ തീറ്റ മൈനസ് ഐ ടി റേസ് ടു മൈനസ് 1 ആവും. ഈ തീറ്റ മൈനസ് ഐ ടിയിൽ നിന്നും ഒരു തീറ്റ അങ്ങ് പുറത്തെടുക്കാം. അപ്പം ഈ തീറ്റ മൈനസ് ഐ ടിയിൽ നിന്നും നമ്മൾ തീറ്റ അങ്ങ് പുറത്തെടുക്കുമ്പോൾ ആ ബ്രാക്കറ്റിലെ രണ്ട് ടേമിനെയും തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. തീറ്റയെ തീറ്റ കൊണ്ട് ഡിവൈഡ് 1 ആവും. മൈനസ് ഐ ടിയെ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1 മൈനസ് ഐ ടി റേസ് ടു 1 മൈനസ് ഐ ടി ബൈ തീറ്റ റേസ് ടു മൈനസ് 1 ആവും. ഈ തീറ്റയുടെ പവർ തീറ്റ റേസ് ടു മൈനസ് 1 ആണ്. വെളിയിൽ കിടക്കുന്ന തീറ്റയുടെ പവർ തീറ്റ റേസ് ടു 1 ആണ്. അപ്പം ഈ 1 മൈനസ് 1 കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറും? തീറ്റ റേസ് ടു 0 ആകത്തില്ലേ? തീറ്റ റേസ് ടു 0 എത്ര? 1. അപ്പം 1 ഇൻറ്റു ഈ ടേം ആകത്തില്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 മൈനസ് ഐ ടി ബൈ തീറ്റ റേസ് ടു മൈനസ് 1 എന്ന് കിട്ടി. ഓക്കെ, അത് ഏതുപോലെ കിടക്കുന്നത്? 1 മൈനസ് എക്സ് എ റേസ് ടു മൈനസ് 1 പോലെ. 1 മൈനസ് എക്സ് എ റേസ് ടു മൈനസ് 1ന്റെ എക്സ്പാൻഷൻ എന്തുവാ? 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർഡ് പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അവിടെ എക്സിന്റെ സ്ഥാനത്ത് ആരാ? ഐ ടി ബൈ തീറ്റ. 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർഡ് പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പം 1 പ്ലസ് ഐ ടി ബൈ തീറ്റ ഐ സ്ക്വയർഡ് ടി സ്ക്വയർഡ് ബൈ തീറ്റ സ്ക്വയർഡ് ഐ ക്യൂബ് ടി ക്യൂബ് ബൈ തീറ്റ ക്യൂബ് പ്ലസ് എക്സെട്ര എന്നാവും. ഐ സ്ക്വയർഡിന്റെ വാല്യൂ -1 ആണ്. വേണമെങ്കിൽ അത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കൊടുക്കാം. ഐ സ്ക്വയർഡ് വരുന്നിടത്ത് എന്ത് കൊടുക്കാം? ഐ സ്ക്വയർഡ് വരുന്നിടത്ത് -1 കൊടുക്കാം. പിന്നെ ഐ ക്യൂബ് വരുന്നിടത്തോ ഐ ക്യൂബ് വരുന്നിടത്ത് -i കൊടുക്കാം. കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ ആദ്യം കണ്ടുപിടിച്ചു. അത് ഓൾറെഡി നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. അതിനുശേഷം ആ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ കിട്ടിയ ടൈമിനെ നമ്മൾ ഈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യണം. എങ്കിലേ നമുക്ക് മീനും വേരിയൻസും എളുപ്പം കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ ടിയുടെ കോയിഫിഷ്യന്റ് ഏതാ? ഐ ബൈ തീറ്റ അല്ലെ? ആ ടിയുടെ കോയിഫിഷ്യന്റ് എന്താണോ അതായിരിക്കും μ1' എന്ന് പറയുന്നത്. കണ്ടോ? ടിയുടെ കോയിഫിഷ്യന്റ് ഐ ബൈ തീറ്റ അല്ല സോറി ഐ ടി ബൈ 1 ഫാക്ടോറിയലിന്റെ കോയിഫിഷ്യന്റ് എന്താണോ അതായിരിക്കും μ1'. അപ്പൊ നോക്കിയേ, ഇവിടെ ഐ ടി ബൈ ഇവിടെ 1 ഫാക്ടോറിയൽ ഇല്ല, നമുക്ക് ജസ്റ്റ് 1 ഫാക്ടോറിയൽ കൊടുക്കാം. അപ്പൊ ഐ ടി ബൈ 1 ഫാക്ടോറിയൽ ചെയ്താൽ ഇത്രയും ടൈം അല്ലേ പോകുന്നത്? ബാക്കി എത്ര വരും? 1 ബൈ തീറ്റ. അതാണ് എന്തെന്ന് പറയുന്നത്? μ1' എന്ന് പറയുന്നത്. അപ്പൊ μ2' ഐ ടിയുടെ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയലിന്റെ കോയിഫിഷ്യന്റ്. ഇവിടെ നോക്കേ, ഇവിടെ ഐ സ്ക്വയർഡ് ടി സ്ക്വയർഡ് ഉണ്ട്, 2 ഫാക്ടോറിയൽ ഇല്ലല്ലോ. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? ഒരു 2 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈയും ചെയ്യണം, 2 ഫാക്ടോറിയൽ ഡിവൈഡും ചെയ്യണം. അപ്പം ഐ സ്ക്വയർഡ് ടി സ്ക്വയർഡ് ബൈ 2 ഫാക്ടോറിയൽ കോയിഫിഷ്യന്റ് ഇത്രയും ടൈം വരും. ബാക്കി എത്ര വരും? 2 ഫാക്ടോറിയൽ ബൈ തീറ്റ സ്ക്വയർഡ് വരും. 2 ഫാക്ടോറിയൽ 2 ആണ്, 2 ബൈ തീറ്റ സ്ക്വയർഡ് വരും. ആ സ്റ്റെപ്പ് മനസ്സിലായോ? ഒന്നുകൂടെ പറയാമേ, ആ സ്റ്റെപ്പ് മനസ്സിലായില്ലെങ്കിൽ. നോക്കിയേട്ടെ, നോക്കേ, μ1' എന്ന് പറഞ്ഞാൽ ഐ ടി ബൈ 1 ഫാക്ടോറിയലിന്റെ കോയിഫിഷ്യന്റും μ2' എന്ന് പറഞ്ഞാൽ ഐ ടിയുടെ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയലിന്റെ കോയിഫിഷ്യന്റുമാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ടൈം ഇവിടെ ടി വരുന്ന ടൈം ഐ ടി ബൈ തീറ്റ അല്ലേ?
ആ ഐ ടി ബൈ തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ടി ബൈ തീറ്റ ഇൻറ്റു 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു അതിനെ നമുക്ക് 1 ബൈ തീറ്റ ഇൻറ്റു ഐ ടി ബൈ 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പം ഐ ടി ബൈ 1 ഫാക്ടോറിയൽ അതിന്റെ കോയിഫിഷ്യന്റ് എത്ര കിട്ടി? 1 ബൈ തീറ്റ കിട്ടി, μ1' ആയി. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഐ സ്ക്വയർഡ് ഇൻറ്റു ടി സ്ക്വയർഡ് ബൈ എന്ത് വരും? തീറ്റ സ്ക്വയർഡ് വരും. അതിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഐ സ്ക്വയർഡ് ബൈ എന്ത് കൊടുത്തു? ഐ സ്ക്വയർഡ് ടി സ്ക്വയർഡ് ബൈ 2 ഫാക്ടോറിയൽ എഴുതി. 2 ഫാക്ടോറിയൽ അവിടെ ഇല്ലായിരുന്നു, ആ 2 ഫാക്ടോറിയൽ നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 2 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത്? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബൈ അവിടെ എന്ത് കിടപ്പുണ്ട്? തീറ്റ സ്ക്വയർഡ് കിടപ്പുണ്ട്. അപ്പം ഐ സ്ക്വയർഡ് ടി സ്ക്വയർഡ് ബൈ 2 ഫാക്ടോറിയലിന്റെ കൂടെ കിടക്കുന്നത് അതിന്റെ കോയിഫിഷ്യന്റ് ആണ് എന്തെന്ന് പറയുന്നത്? μ2'. അപ്പൊ 2 ഫാക്ടോറിയൽ ബൈ തീറ്റ സ്ക്വയർഡ് ഒരു 2 ഫാക്ടോറിയൽ 2 ആണ്. അപ്പൊ 2 ബൈ തീറ്റ സ്ക്വയർഡ് μ2'. μ1' എന്ന് പറയുന്നതാണ് മീന്. ഇനി വേരിയൻസ് കാണാൻ ഇക്വേഷൻ μ2' മൈനസ് μ1'ന്റെ സ്ക്വയർ. ഇതാണ് μ2', ഇത് μ1'ന് അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ വേരിയൻസ് കിട്ടി. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷനും അതിൽ നിന്ന് മീനും വേരിയൻസും കാണാനായിട്ട്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റനും അതേ രീതിയിലൊരു ക്വസ്റ്റൻ ആണ്. നോക്കിയട്ടെ, ഇവിടെ പക്ഷെ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഫൈൻഡ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ find the characteristics function of x with the probability function f of x equal to 1 by 2 raised to x ആണ്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷനെ നമ്മൾ ഇവിടെ വേണമെങ്കിൽ എക്സ് കൊടുക്കാം. 5x of t എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. 5x of t കാണാൻ ഇക്വേഷൻ ആണ് 5x of t equal to expectation of e raised to itx ആണ്. അപ്പം ഇവിടെ x equal to 1 2 3 എക്സെട്ര എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ സമ്മേഷൻ അല്ലേ? അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ കാണാൻ ഇക്വേഷൻ സിഗ്മ എക്സ് ഈക്വൽ ടു 1 to infinity e raised to itx into f of x ആണ്. f of x 1 by 2 raised to x കൊടുത്തു. എക്സിന് 1 കൊടുത്താൽ e raised to it by 2 ആണ്. 2 കൊടുത്താൽ e raised to 2 it by t സ്ക്വയർഡ്, e raised to 3 it by 2 ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് കിട്ടി ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ. ഇവിടെ മീനും വേരിയൻസും ഒന്നും കാണാനില്ലാത്തത് കൊണ്ട് ഇവിടെ വരെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയാൽ മതി, നമുക്ക് മാർക്ക് കിട്ടും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. അടുത്തതും ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ്. പ്രോബബിലിറ്റി ഫംഗ്ഷൻ പി ഓഫ് എക്സ്. അപ്പം എൻ സി എക്സ് പി റൈസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷനെ നമ്മൾ പൈ എക്സ് ഓഫ് ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ഐ ടി എക്സ് ആണ്. ഇവിടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പം എന്താണ്? സമ്മേഷൻ ആണ്. കണ്ടിന്യൂസ് ആയിരുന്നെങ്കിൽ ഇന്റർവൽ ആയിരുന്നു. അപ്പൊ സമ്മേഷൻ ഇ റൈസ് ടു ഐ ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇതാ ക്വസ്റ്റൻ അത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എൻ സി എക്സ് പി റൈസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് എക്സ് ആണ്. ഇവിടെ നമുക്കിതാ ഈ ഇ റൈസ് ടു ഐ ടി എക്സിനെയും പി റൈസ് ടു എക്സിനെയും ഒരു സമ്മേഷനകത്താക്കും, ഒരു പവറിനകത്താക്കും. അപ്പോൾ ഇ റൈസ് ടു ഐ ടി ഇൻറ്റു പി റൈസ് ടു എക്സ് വരും. 1 മൈനസ് പി ക്യൂ ആണ്. അപ്പോൾ ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് വരും ഇൻറ്റു എൻ സി എക്സ് ഉണ്ട്. ഇതിനെ നമ്മൾ എക്സിന് 0 1 2 3 എക്സെട്ര കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ഫോമിലാണ് ഷോർട്ട് ഫോം എഴുതുന്നത്. ക്യൂ പ്ലസ് ഇ റൈസ് ടു ഐ ടി ഇൻറ്റു പി ഹോൾ റൈസ് ടു എൻ എന്നാണ്. ഇതിന്റെ എക്സ്പാൻഷൻ ആണ് ഈ കിടക്കുന്നത്. മനസ്സിലായോ? ക്യൂ പ്ലസ് ഇ റൈസ് ടു ഐ ടി ഇൻറ്റു പി ഹോൾ റൈസ് ടു എൻ, അതിന്റെ എക്സ്പാൻഷൻ ആണ് ഈ കിടക്കുന്നത്. ഈ ഒരു ക്വസ്റ്റിനകത്ത് നമ്മളിതാ ഈ ഷോർട്ട് ഫോം എഴുതി വെച്ചോണം, എങ്കിലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ എഴുതുമ്പോൾ ക്യൂ പ്ലസ് ഇ റൈസ് ടു ഐ ടി ഇൻറ്റു പി ഹോൾ റൈസ് ടു എൻ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇതും 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു ക്വസ്റ്റിനകത്ത് നമ്മൾ മീനും വേരിയൻസും ക്വസ്റ്റിനകത്ത് ചോദിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ മീനും വേരിയൻസും കൂടെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് വെച്ചോളാം. കാരണം ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചിലപ്പോൾ ചോദിക്കാം. മീൻ എന്ന് വെച്ചാൽ മീൻ കാണുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാൻ വേണ്ടി എന്താണ് നമ്മുടെ ഫൈ ഓഫ് എക്സ് ടി കിട്ടിയത് അതിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിനെ 1/i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മുടെ ഫൈ എക്സ് ഓഫ് ടി എന്താണ്? ദാ ക്യൂ പ്ലസ് ക്യൂ പ്ലസ് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തായിരുന്നു കണ്ടുപിടിച്ചത്. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും ഒരേ രീതി ചെയ്യാൻ പറ്റണമെന്നില്ല. ഇവിടെ നമുക്ക് ടിയുടെ ടേം ഉള്ളത് കൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എന്താണ് ഐ ടി ബൈ 1 ഫാക്ടോറിയലിന്റെ കോയിഫിഷ്യന്റ് μ1' ഐ ടി സ്ക്വയർഡ് ബൈ 2 ഫാക്ടോറിയലിന്റെ കോയിഫിഷ്യൻസ് μ2' ആയിട്ടും എഴുതാൻ പറ്റി. പക്ഷെ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് അങ്ങനെ എന്താണ് സിംപ്ലിഫൈ ചെയ്ത് എക്സ്പാൻഷനെ സിംപ്ലിഫൈ ചെയ്ത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു മെത്തേഡിലും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാം. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇവിടെ നമ്മുടെ μ1' എന്ന് പറയുന്നതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചതാണ്. അപ്പം μ1' എന്ന് പറയുന്നതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അപ്പൊ അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കോയിഫിഷ്യന്റ് ഓഫ് ഐ ടി ബൈ 1 ഫാക്ടോറിയൽ ആണ്. പിന്നെ ഇത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് ആണ് μ2' എന്ന് പറയുന്നത്.
അപ്പം അത് കാണാൻ ഇങ്ങനെയും ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കാം, അതേപോലെ ഇങ്ങനെയും പഠിച്ചു വെക്കാം. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇതും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് ഇതും. അപ്പം ഈ രണ്ട് രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. അപ്പം 1/i × d/dt ഓഫ് ഫൈ എക്സ് ഓഫ് ടി. നമ്മുടെ ഫൈ എക്സ് ഓഫ് ടി എന്താണ്? q പ്ലസ് ഇ റൈസ് ടു ഐ ടി ഇൻറ്റു പി ഹോൾ റൈസ് ടു n ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്തിനും n ഇൻറ്റു എന്നിന്റെ ബ്രാക്കറ്റിൽ q പ്ലസ് ഇ റൈസ് ടു ഐ ടി ഇൻറ്റു പി ഹോൾ റൈസ് ടു n-1 വരും ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ അനുസരിച്ച് വിത്ത് റെസ്പെക്ട് ടു ടിയിലെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് p ഇൻറ്റു ഇ റൈസ് ടു ഐ ടി ഇൻറ്റു ഐ വരും. സിമ്പിൾ ആയല്ലോ. ഡെറിവേറ്റീവ് അറിയാമല്ലോ. ഡെറിവേറ്റീവ് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വരാൻ ചാൻസ് ഇല്ല, നിങ്ങൾ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുള്ളതാണ്. അതായത് q പ്ലസ് ഇ റൈസ് ടു ഐ ടി ഇൻറ്റു പി ഹോൾ റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ്. അപ്പം എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, n ഇൻറ്റു എക്സ് റൈസ് ടു n-1. ആ റൂൾ അനുസരിച്ച് n ഇൻറ്റു ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് കണ്ടുപിടിച്ചാൽ റൈസ് ടു n-1 വരും. അപ്പം ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എഴുതണം. അപ്പോൾ q കോൺസ്റ്റന്റ്, അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പം ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ അവിടെ p കോൺസ്റ്റന്റ് ആണ്, p ഇൻറ്റു ഇ റൈസ് ടു ഐ ടിയുടെ ഡെറിവേറ്റീവ് എന്തെങ്കിലും ഇ റൈസ് ടു ഐ ടി ഇൻറ്റു ഐ ടിയുടെ ഡെറിവേറ്റീവ് ഏതിൽ എഴുതണം? ടിയിൽ എഴുതണം. അപ്പം അവിടെ ആര് കോൺസ്റ്റന്റ്? ഐ കോൺസ്റ്റന്റ് ആണ്, ടിയുടെ ഡെറിവേറ്റീവ് ആണ്. അപ്പം അതാണ് ഇത്രയും സ്റ്റെപ്പ് വന്നത്. ഓക്കെ, അപ്പൊ ഈ ഐയും ഐയും കൂടെ എന്തായിപ്പോവും? ക്യാൻസൽ ആയിപ്പോവും. എൻ പി ഇൻറ്റു ക്യൂ പ്ലസ് ഇ റൈസ് ടു ഐ ടി ഇൻറ്റു പി ഹോൾ റൈസ് ടു n-1 ഇൻറ്റു ഇ റൈസ് ടു ഐ ടി. ഇതിൽ നിന്ന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാൻ വേണ്ടി ഇവിടെ ടി വരുന്നിട്ട് എത്ര കൊടുക്കണം? 0 കൊടുക്കണം. അപ്പോൾ ഇവിടെ എൻ ബി അവിടെ കിടക്കും. ബ്രാക്കറ്റ് ഇ റൈസ് ടു ഐ ടിക്ക് 0, ടിക്ക് 0 കൊടുക്കും. ഇത് ഇ റൈസ് ടു 0 1. അപ്പോൾ ഇത് പി പ്ലസ് ക്യൂ വരും. അവിടെ പി പ്ലസ് ക്യൂവിന്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പി പ്ലസ് ക്യൂ ഈക്വൽ ടു എത്രയാണ്? 1 ആണ്. അപ്പം ഈ ബ്രാക്കറ്റിൽ പി പ്ലസ് ക്യൂ വരും, അതിന്റെ വാല്യൂ എന്തായിട്ട് മാറും? 1 ആണ്. 1ന്റെ പവർ ഏത് വന്നാലും ആൻസർ 1 ആണ്. ഇനി ഇവിടെ ടി 0 കൊടുക്കുമ്പോൾ ഇത് ഇ റൈസ് ടു 0, അതും എന്താവും? 1 ആവും. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എൻ ബി കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് ആകുമ്പോൾ 1/i സ്ക്വയർഡ് ഇൻറ്റു ഡി സ്ക്വയർഡ് ബൈ ഡി ടി സ്ക്വയർഡ് ഇൻറ്റു ഫൈ എക്സ് ഓഫ് ടി ആണ്. 1/i സ്ക്വയർഡ്, ഐ സ്ക്വയർഡിന്റെ വാല്യൂ എത്ര? ഐ സ്ക്വയർഡിന്റെ വാല്യൂ -1 ആണ്. ഐ സ്ക്വയർഡ് ഈക്വൽ ടു -1 ആകുമ്പോൾ മൈനസ് ഡി സ്ക്വയർഡ് ബൈ ഡി ടി സ്ക്വയർഡ് ഓഫ് ഫൈ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതാണ് ഡി ബൈ ഡി ടി ഇൻറ്റു ഫൈ എക്സ് ഓഫ് ടി ആണ്. ഓക്കെ, അതായത് ഓൾറെഡി ഇതാ ഡി ബൈ ഡി ടി ഓഫ് ഫൈ എക്സ് ഓഫ് ടി നമ്മുടെ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് ഫൈ എക്സ് ഓഫ് ടി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചു. അതിനെ നമ്മൾ അവിടെ എഴുതി വെച്ചു. ഓക്കെ, അതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു ഏതിലെടുക്കണം? ടിയിലെടുക്കണം. അതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു ടിയിലെടുക്കുമ്പോൾ എന്ത് വരും? ഈ എൻ പി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് അതിനെ നമ്മൾ പുറത്തെടുക്കുന്നു. എൻ പി എങ്കിൽ പുറത്തെടുത്താൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ബാക്കി എന്ത് ചെയ്യണം? ബാക്കി നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സിമ്പിൾ സ്റ്റെപ്പ് നോക്കിക്കോ, ഞാൻ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡും പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ആ സ്റ്റെപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ ടി വരുന്നിടത്ത് എത്ര കൊടുക്കണം? 0 കൊടുക്കണം. അപ്പോൾ ടി വരുന്നിടത്ത് 0 കൊടുക്കുമ്പോൾ ഈ മൈനസ് എൻ ബി നമ്മൾ അതേപോലെ ഇവിടെ എഴുതി. ടി വരുന്നിടത്ത് 0 കൊടുക്കുമ്പോൾ പിന്നെ ഈ n-1 അതിനെ എന്താ ഇവിടെ അതേപോലെ എഴുതി. ഈ 0 കൊടുക്കുമ്പോൾ ഇതെന്തായിട്ട് മാറും? ഇത് ഇ റൈസ് ടു 0 ആവും അല്ലെ? ഇ റൈസ് ടു 0 നമുക്കറിയാം 1 ആണെന്നറിയാം. അപ്പൊ ഇത് 1 ആണെങ്കിൽ ഇത് പി പ്ലസ് ക്യൂ ആവുമല്ലോ. പി പ്ലസ് ക്യൂ എത്ര? 1 ആണ്. അപ്പൊ 1 റൈസ് ടു n-. അപ്പൊ ഇത് മൊത്തത്തിൽ എന്തായി? 1 ആയി. പിന്നെ ഈ പി ഉണ്ട്, ഈ പി എ നമ്മൾ ഇവിടെ അതേപോലെ എഴുതി. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഇ റൈസ് ടു ഐ ടി, ടിക്ക് 0 കൊടുത്താൽ ഇതും 1 ആണ്, ഇതും 1 ആവും. പിന്നെ ഐ ഇൻറ്റു ഐ സ്ക്വയർഡ് വരും, അതിന്റെ വാല്യൂ -1 വരും. അപ്പം ഈ മൈനസും കൂടെ എന്താവും? ഐ ഇൻറ്റു ഐ സ്ക്വയർഡ്, ആ ഐ -1 ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, പി ടൈം തീർന്നല്ലോ. ഇനി അടുത്ത ഇതെടുക്കുമ്പോൾ നമുക്കറിയാം ക്യൂ പ്ലസ് പി, കാരണം ഇ റൈസ് ടു 0 ആകുമ്പോൾ ക്യൂ പ്ലസ് പി 1 ആണ്. ഇവിടെ ഒരു ഐ സ്ക്വയർഡ് ഉണ്ട്, അത് മൈനസ് വരുന്നത്. അപ്പൊ ഈ പ്ലസ് മാറി മൈനസ് ആയി, ഇ റൈസ് ടു 0 1 ആയി. മനസ്സിലായോ? അപ്പം ഈ രണ്ട് ടൈമിനകത്ത് മൈനസ് ഉള്ളപ്പോൾ മൈനസ് എങ്കിൽ പുറത്തെടുത്താൽ ഈ മൈനസുമായിട്ട് പ്ലസ് ആയി. എൻ പി ഇൻറ്റു n-1 ഇൻറ്റു പി പ്ലസ് 1 കിട്ടി. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ്. വേണമെങ്കിൽ ഇതിൽ നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. വേരിയൻസ് ഓഫ് എക്സ് കാണാനുള്ള സ്റ്റെപ്പ് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർഡ്. രണ്ടും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷന്റെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ. ഓർക്കുക, നമ്മൾ നേരത്തെ വീഡിയോ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നേരത്തെ ക്വസ്റ്റ്യൻസിനകത്തും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പഠിച്ചതിനൊക്കെ ശേഷം വേണം ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചു പോകാനായിട്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഇതിന്റെ ഡെഫിനിഷനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ
അപ്പം ഒരു ഫംഗ്ഷന്റെ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 1 - t/θ⁻1 എന്ന് ഒരു റാൻഡം വേരിയബിളിന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഫസ്റ്റ് 2 റോ മൊമെന്റ്സ് എഴുതാം. ഇത് 2 മാർക്കിന് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കിയട്ടെ, നമുക്ക് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ നമ്മൾ mx(t) എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. mx(t) എന്ന് വെച്ചാൽ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ x ആണ്. mx(t)യുടെ എക്സ്പാൻഷൻ ഇതാണ് 1 + μ1' t + μ2' t²/2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറയുന്നതാണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ, അതിന്റെ എക്സ്പാൻഷൻ. നമുക്ക് mx(t) തന്നേക്കുന്നത് 1 - t/θ⁻n-1 ആണ്. ഇത് 1 - x(a⁻−1) പോലാണ്. അതിന്റെ എക്സ്പാൻഷൻ ഞാൻ തൊട്ട് മുമ്പേ കാണിച്ചു. 1 + x + x² + എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നു. അപ്പൊ ഇത് 1 + t/θ + t²/θ² + എക്സെട്ര എന്ന് കിട്ടി. ഇതിനെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്തു. 1 + 1/θ × t, ടിയുടെ ഡിനോമിനേറ്റർ 1 ഫാക്ടോറിയൽ കൊടുക്കാം. അടുത്തത് t²/2 ഫാക്ടോറിയൽ ഒരു ബ്രാക്കറ്റിൽ എഴുതും. അപ്പോൾ അവിടെ 2 ഫാക്ടോറിയൽ എക്സ്ട്രാ ഡിവൈഡ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഡിനോമിനേറ്റർ θ² + എക്സെട്ര എന്ന് പറയുന്നു. അപ്പം ഈ ടിയുടെ കോയിഫിഷ്യന്റ് ആണ് μ1' എന്ന് പറയുന്നത്. അപ്പം μ1' 1/θ വരും. t²/2 ഫാക്ടോറിയലിന്റെ കോയിഫിഷ്യൻസ് ആണ് μ2'. അപ്പം μ2' 2 ഫാക്ടോറിയൽ θ², അതിൽ നിന്ന് 2/θ² കിട്ടും. μ2'ഉം μ1'ഉം കിട്ടിയ വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കും? വേരിയൻസ് ചോദിച്ചിട്ടില്ല ഇവിടെ, അല്ല, ഫസ്റ്റ് 2 റോ മൊമെന്റ്സേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് μ1'ഉം μ2'ഉം മതി. μ1' എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. അതായത് μ1' എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മീൻ ആണ്. അത് മനസ്സിലാക്കിക്കോളുക. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തുകൂടെ കണ്ടുപിടിക്കാം? വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. വേരിയൻസ് ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ μ2' - μ1'ന്റെ സ്ക്വയറുമാണ്. ഓക്കെ, അപ്പം മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷനും അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. e⁻⁻λ λ⁻x/x ഫാക്ടോറിയൽ ആണ്. മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം 2 റോ മൊമെന്റ്സ് കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ കാണാനുള്ള ഇക്വേഷൻ mx(t). ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? φx(t). രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ ആണ് φx(t). മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ എക്സ്പെക്ടേഷൻ ഓഫ് ടി mx(t). mx(t) നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് e⁻⁡tx എന്നെഴുതും. ഇവിടെ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് e⁻⁰itx എന്നെഴുതും. രണ്ടിന്റെ ഡിഫറൻസ് പഠിച്ചു വെച്ചോണേ. ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ, ഇത് മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ. ഇവിടെ എക്സിന്റെ വാല്യൂ 0, 1, 2, 3 എക്സെട്ര ആണ് തന്നിരിക്കുന്നത്. അപ്പം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അപ്പൊ സമ്മേഷൻ e⁻⁡tx × f(x) ഇതാ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. e⁻⁻λ λ⁻x/x ഫാക്ടോറിയൽ ആണ്. ഇവിടെ എക്സ് ഇല്ലാത്ത ടൈം കോൺസ്റ്റന്റ്, അത് സമ്മേഷന്റെ പുറത്തെടുത്തു. അപ്പൊ e⁻⁻λ സമ്മേഷൻ x = 0 to ∞ e⁻t × λ അതൊരു ബ്രാക്കറ്റിലാക്കി അതിന്റെ പവർ x കൊടുത്തു ബൈ x ഫാക്ടോറിയൽ വരും. എക്സിന് 0, 1, 2, 3 എക്സെട്ര ദാ ഈ ഒരു എക്സ്പാൻഷൻ വരും. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന എക്സ്പാൻഷൻ ദാ ഇതുപോലാണ്. 1 + x/1 ഫാക്ടോറിയൽ + x²/2 ഫാക്ടോറിയൽ + എക്സെട്ര എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ ആണ്. അത് ആരുടെ എക്സ്പാൻഷൻ ആണ്? ഈ എക്സ്പാൻഷനെ നമ്മൾ e⁻x എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ആര് വരുന്നു? e⁻t⁴ വരും. അപ്പൊ ഈ എക്സ്പാൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? e⁻xന്റെ സ്ഥാനത്ത് e⁻t⁴ വരും. ഓൾറെഡി കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ ആര് കിടപ്പുണ്ട്? e⁻−λ കിടപ്പുണ്ട്. അപ്പൊ ഇതാ ഇങ്ങനെ വരും. e⁻−λ e⁻t⁴ വരും. ഈ രണ്ട് ടൈമിനകത്തുനിന്ന് ലാംഡ കോൺസ്റ്റന്റ് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ e⁻λ ലാംഡയുടെ ബ്രാക്കറ്റിൽ e⁻t−1 എന്ന് കിട്ടി. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഇതും എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് കാണണം? 2 റോ മൊമെന്റ്സ് കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യം എന്ത് കണ്ടുപിടിക്കാം? μ1' കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എക്സ്പാൻഡ് ചെയ്യാൻ കാണാൻ പറ്റത്തില്ല. ഈ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷനോ ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്നും നമുക്ക് മൊമെന്റ്സ് കാണാൻ 2 മെത്തേഡാണ്. ഒന്നുകിൽ എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുത്ത് ടിക്ക് 0 കൊടുത്ത് കണ്ടുപിടിക്കാം. രണ്ടിൽ ഏതാണോ നിങ്ങൾക്ക് അവിടെ സ്യൂട്ടബിൾ ആകുന്ന മെത്തേഡ് അത് അപ്ലൈ ചെയ്തോണം. ഓക്കെ, ഇവിടെ നമ്മൾ mx(t)യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എടുത്തു. അപ്പോൾ e⁻λ എന്താണ് λ e⁻t, ഇത് ഡെറിവേറ്റീവ് വരും. ആ ഡെറിവേറ്റീവിനകത്ത് ടിക്ക് 0 കൊടുക്കുമ്പോൾ എത്ര കിട്ടി? λ കിട്ടി. അപ്പം ഇത് 0 കൊടുക്കുമ്പോൾ ഇതെന്താ 1 ആവും. ഇവിടെ 1 - 1 0. അപ്പം ഇത് മൊത്തത്തിൽ 0 ആയിപ്പോൾ ബാക്കി λ × e⁻0, അതും e⁻0 1 ആവുമ്പോൾ λ കിട്ടി. ഇനി എന്ത് ചെയ്യണം? അതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു ടി. ഇപ്പം നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടല്ലോ, ഇതല്ലേ ഫസ്റ്റ് ഡെറിവേറ്റീവ്.
അതിനെ വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ അവിടെ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് ലാംഡ പുറത്തെടുത്തിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ആ റൂൾ അപ്ലൈ ചെയ്ത് വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുത്തിട്ട് ടി വരുന്നിടത്ത് കൊടുക്കുക, 0 കൊടുക്കാം. അപ്പം e⁻0 എന്നാൽ 1 ആണെന്നുള്ളത് ഓർത്താൽ മതി. ഓക്കെ, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ μ2' കിട്ടി. μ2' മൈനസ് μ1' സ്ക്വയർ μ2 വേരിയൻസും കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് അതാണ് അവിടെ വരുന്നത്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ ചോദിച്ചാൽ, അതായത് ഇതേ ക്വസ്റ്റ്യൻ്റെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ നമുക്ക് ചോദിക്കാം. ഇപ്പം ഇത് മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ അല്ലേ എഴുതിയത്? ഇതേ ക്വസ്റ്റ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ ചോദിച്ചാൽ φx ഓഫ് ടി എക്സ്പെക്ടേഷൻ ഓഫ് e⁻itx ആണ്. സിഗ്മ എക്സ് ഈക്വൽ ടു 0 to ∞ e⁻itx ഇൻറ്റു എഫ് ഓഫ് എക്സ് എഴുതി. e⁻ ലാംഡ പുറത്തെടുത്തു. e⁻it ഇൻറ്റു ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ അതേ x ആണ്. അപ്പോൾ ഇവിടെ e⁻ ലാംഡ ഇൻറ്റു 1 - e⁻it. അതുമായിട്ടുള്ള വ്യത്യാസം എന്തുവാ? ഇത്രയുള്ള വ്യത്യാസം. ഇവിടെ e⁻t വരും, ഇവിടെ എന്ത് വരും? e⁻it വന്നു. ഓക്കെ, എന്നിട്ട് അത് അവിടെ എന്താണ്? 1/i ഇൻറ്റു, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിന്റെ ഡെറിവേറ്റീവിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1/i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് ആണ് കണ്ടുപിടിക്കേണ്ടല്ലോ. ഇതിന്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവിനെ 1/i² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ്. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഏത് തമ്മിലുള്ളതാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷനും മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ mx ഓഫ് ടി ആണെങ്കിൽ ഈ ഇക്വേഷൻ, φx ഓഫ് ടി ആണ് ഈ ഇക്വേഷന്. ഓക്കെ, ഇനിയും mx ഓഫ് ടി കണ്ടിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ആ ഡെറിവേറ്റീവിന് ടിക്ക് 0 കൊടുത്താൽ ലാംഡ കിട്ടും. mx ഓഫ് ടിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവിനകത്ത് ടിക്ക് 0 കൊടുത്താൽ μ2' കിട്ടും. ഇവിടെ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ ഡെറിവേറ്റീവ് എടുത്തിട്ട് 1/i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം വേണം ടിക്ക് 0 കൊടുക്കാൻ. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കിട്ടും. പിന്നെ φx ഓഫ് ടിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, അതിനെ 1/i² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം അവിടെ എന്ത് കൊടുക്കുക? ടിക്ക് 0 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ്. ഓക്കെ, μ1' μ2'. അപ്പോൾ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ചെയ്ത് പഠിച്ചോണം. യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതല്ലാതെ നേരത്തെ ക്ലാസ്സിൽ പഠിച്ച ക്വസ്റ്റ്യനും കൂടെ ഇതിനോടൊപ്പം വൃത്തിയായിട്ട് പഠിച്ചു പോകണം. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ.